വൈകുന്നേരം നീച്ച് വന്നപ്പോൾ എന്നെ പുറത്ത് പെരുമഴയാണ് കേട്ടോ. ഇങ്ങോട്ട് നീച്ചാൻ തോന്നില്ല കേട്ടോ. ഉച്ചയാണെങ്കിൽ കുറച്ച് ദിവസം അന്തിക്കാണേ പണി. അപ്പം പകല് കുറച്ച് നേരം കിടന്നുറങ്ങിയില്ലേ ശരിയാവില്ല കേട്ടോ. അല്ലേ പിന്നെ അന്തിക്ക് പണിക്ക് പോകുമ്പോൾ അവിടെ പോയിട്ട് ഉറക്കം വെക്കേണ്ടി വരും കേട്ടോ. അങ്ങനെ ഞാൻ നീച്ച് നേരെ അടുക്കളയ്ക്ക് ഇറങ്ങിപ്പോയിട്ടോ. അടുക്കളയിലെത്തിയാൽ പിന്നെ കുറച്ച് ഉള്ളിയും ഉരുളക്കിഴങ്ങും വെട്ടിമുറിച്ചാട്ട് അന്തിക്ക് കൂട്ടാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കൂട്ടാൻ ഉണ്ടാക്കുക കേട്ടോ. അങ്ങനെ കൂട്ടാൻ കുറച്ച് വെള്ളം പറഞ്ഞാട്ട് നല്ലോണം മൂടി വെച്ചാട്ട് ഇവിടെ നല്ലോണം വേവിച്ചാൻ വെച്ചിട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു പൗത്ത മാങ്ങ ഫ്രിഡ്ജിൽ നിന്ന് എടുത്താട്ട് നല്ലോണം ചെത്തി എന്നാക്കിട്ടോ. മാങ്ങ ചെത്തണതിൻ്റെ ഇടയിൽ കൂടെ ചീഞ്ചട്ടിൻ്റെ മൂട്ടിൽ കൂട്ടാൻ പിടിച്ചാതൊക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നോക്കിയേ. കൂട്ടാൻ മൂട്ടയിൽ പിടിച്ചാൽ പിന്നെ നമുക്ക് ഇന്ന് അന്തിക്ക് തിന്നേണ്ടി വരില്ല കേട്ടോ. മാങ്ങ ചെത്തലൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ കൈയിൻ്റെ ഒരു തലയും ചത്തിട്ടോ. അങ്ങനെ കജ്ജ് നല്ലോണം തേച്ചൊക്കെ ആയിട്ട് പിന്നെ നമ്മളെ കൂട്ടാനെത്താതിനെ നോക്കാൻ പോയേ. ഉരുളക്കിഴങ്ങ് ഉള്ളിയൊക്കെ നല്ലോണം ബന്ധ് വന്നാണ്. ഇത് നല്ലോണം കയ്യിലോണ്ട് കുത്തി ഉടച്ചാൽ മതി കേട്ടോ. വെളിച്ചെണ്ണ, കടക്, വെല്ലുള്ളി, ഉരുളക്കിഴങ്ങ്, മഞ്ഞപ്പൊടി ഇതൊക്കെയാണ് കേട്ടോ ഇതിൽ കിട്ടത്. പിന്നെ ഞാൻ നേരെ പോയിട്ട് നമ്മൾ ചെത്തി എന്നാക്കിച്ച മാങ്ങ എടുത്ത് തിന്നേ. നല്ല മധുരം ഉണ്ട് കേട്ടോ. നല്ല പോത്ത് ഉളുമ്പിയ മാങ്ങ കേട്ടോ. പിന്നെ നേരെ മുണ്ടെടുത്ത് പോയി തിരുമ്പി കുളിച്ചിട്ടോ. തിരുമ്പി കുളിച്ചായിട്ട് പിന്നെ നേരെ കുപ്പായിട്ട് ഒരുങ്ങലൊക്കെ കഴിഞ്ഞാൽ പിന്നെ നേരെ അടുക്കളയൊക്കെ ഇറങ്ങി പോയോക്കിട്ടോ. അപ്പം ഉമ്മ ഇവിടെ ചന്തിക്ക് കൊണ്ടുള്ള ചോറ് ഇതാ വായൻ്റെ ഇല ബാട്ടിയാട്ടേക്ക് ഇങ്ങനെ ആക്കുണ്ടായിട്ടോ. ഇമ്മയാണെങ്കിൽ കുറേ കയ്യിൽ ഇങ്ങോട്ട് കോരിടും ചെയ്യും കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു കുറേ അങ്ങോട്ട് കോരിടാൻ നിൽക്കണ്ട, അന്തിക്ക് എപ്പോഴാണ് ഒഴിവിട്ട് ഇതൊക്കെ തിന്നാന്ന് വെച്ച് പൊടിയില്ല അറിഞ്ഞിട്ടോ. ചോറ്റക്ക് കൂട്ടാനായിട്ടുണ്ടായിരുന്നത് നമ്മൾ ഉണ്ടാക്കിയതിന് ആ ഉരുളക്കിഴങ്ങും ഉള്ളിയും കൂട്ടാനും പിന്നെ 2 മീൻ കണ്ടം പൊരിച്ചതും ചമ്മന്തി വേനിയെ. അങ്ങനെ അരുവിൽ ചമ്മന്തിയും കൂടിയും വെച്ചായിട്ട് പിന്നെ വായൻ്റെ ഇല പൊതിഞ്ഞിട്ടോ. പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം കൂടി പറയാണ്ട് കേട്ടോ. ഈ ടോട്ടോ എന്നിങ്ങനെ എവിടുന്ന കയറി വരുന്നതെന്ന് വെച്ചാൽ അറിയില്ല കേട്ടോ. ഏതായിട്ടും നിങ്ങളൊക്കെ പൊരുത്തപ്പെട്ട ആളിട്ടോ. ഞാൻ കുറേ നോക്കുന്നുണ്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ ഇച്ചിരി കയ്യില്ല കേട്ടോ. ഇൻഷാ അല്ലാ ഒക്കെ ശരിയാക്കണം. അങ്ങനെ ഞാൻ ചോറും ചാറും ഒക്കെ പാക്ക് ചെയ്തായിട്ട് നേരെ ഇറങ്ങിട്ടോ ആസ്പത്രിക്ക്. അങ്ങനെ ആസ്പത്രിയിൽ എത്തിയായിട്ട് തന്നെ ആദ്യം തന്നെ പഞ്ചിങ് മെഷീൻ്റെ മുന്നിൽ പോയിട്ടൊന്ന് തലാട്ടി എടുത്തിട്ടോ. അതിനാണ് നമ്മളോട് താങ്ക് യു പറയാൻ ഞാൻ ഉറക്കം വരില്ല. പഞ്ച് ചെയ്തിട്ട് ബാഗൊക്കെ റൂമിൽ വെച്ചായിട്ട് പിന്നെ നേരെ പള്ളിയിൽ പോയിട്ടോ. മഗ്‌രിബ് നിസ്കരിച്ചാൻ വേണ്ടി ഞാൻ ആസ്പത്രിയിൽ എത്തിയപ്പോൾ തന്നെ മഗ്‌രിബ് ബാങ്ക് കൊടുത്തീന്. പിന്നെ നേരെ കുപ്പായൊക്കെ കഴിച്ചിട്ടായിട്ട് യൂണിഫോം എടുത്തിട്ടോ. യൂണിഫോം എടുത്തിട്ടായിട്ട് ആദ്യം തന്നെ ഒരു ചായയൊക്കെ ഓർഡർ ചെയ്ത് ചായ അടിച്ചായിട്ട് പണിക്ക് ഇറങ്ങുമ്പോഴായിട്ടൊരു സുഖം ഉണ്ടാവുള്ളൂ. അങ്ങനെ ചായയും സമോസയും വന്നിട്ടോ. ആസ്വദിച്ച് തിന്ന് ഉത്തരക്കാനും കുടിച്ചാനും ഒന്നും ഒഴിവുണ്ടാവില്ല കേട്ടോ ഹോസ്പിറ്റലിലാവുമ്പം. അപ്പം നമ്മൾ വേഗം തിന്ന് പഠിച്ചാണ് കേട്ടോ. പുറത്താണെങ്കിൽ എത്തക്കൊക്കെ കുറേ പണികൾ നടക്കണ്ടേ. ചായയുടെ കഴിഞ്ഞാൽ അങ്കമ്പട്ടിനും വേണ്ടി ഞാനും ഇറങ്ങിട്ടോ. പണിക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ നല്ലോണം പ്രാർത്ഥിച്ചായിട്ടൊക്കെ വേണിട്ട് ഇറങ്ങാൻ. കാരണം ഈ പണിയാകുമ്പോൾ ഭയങ്കര റിസ്ക്കാണ്. മനുഷ്യന്മാരെ മേത്തെടുക്കുന്ന പണിയായതുകൊണ്ട്. ഒരു ഇരുമ്പിൻ്റെ മേത്തോ മെഷീൻ്റെ മേത്തോ ഒക്കെ ആണെങ്കിൽ അത്ര തിരക്കടില്ലേനും തോന്നട്ടോ. എല്ലാ പണിക്കും അതിൻ്റേതായിട്ടുള്ള ഇടങ്ങാറുണ്ടാവും കേട്ടോ. അന്തിക്കായാലും പാതിരിക്കായാലും ഒക്കെ എടുക്കേണ്ട പണിയാകുമ്പോഴേ നല്ല ഇടങ്ങാറ് തന്നെ കേട്ടോ. ചിലവർ പറയട്ടോ അന്തിക്ക് പണിയായതുകൊണ്ട് നല്ല സുഖമായി വരില്ലേ, അവിടെ ആരും ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ. ഒരു ദിവസം അന്തി പാതിരിക്ക് ഉറക്കം വെച്ചായിട്ട് പണിയെടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ അതിൻ്റെ ഒക്കെ ഇടങ്ങാറ് എത്രയാന്നുള്ളത്. ഈ പറയുന്ന പോലെയൊക്കെ ഞങ്ങളിവിടെ 4 തലക്കും പായുമ്പോൾ ചിലപ്പം പെരയിൽ കൂർക്കം വലിച്ച് കടന്നുറങ്ങണ പോലെ ആയി വരുവേ. പിന്നെ ഞാനും ഇറങ്ങിയിട്ട് ഇഞ്ചക്ഷനൊക്കെ എടുത്തായിട്ട് ഓരോരുത്തർക്ക് കൊടുക്കാൻ